ഇതെന്താണെന്നറിയാവോ? ഏറെക്കുറെ പേർ ഇത് കഴിച്ചിട്ടുള്ളതായിരിക്കും. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഒരു നേരത്തെ ആഹാരം ഇതൊക്കെയായിരുന്നു. ഇപ്പോഴും നമ്മൾ മിക്കവാറും ചിലരൊക്കെ ഉണ്ടാക്കാറുണ്ടാവും. അതായത് അരി വറുത്ത് പൊടിച്ചെടുക്കുന്നതാണ്. നമ്മൾ പഴയ രീതിയിൽ ചെയ്യുന്നതിന് വ്യത്യസ്തമായ കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ അതിൽ ചേർത്താൽ ഇതിനെ കുറച്ചുകൂടെ ടേസ്റ്റിയാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ? ഞാനിപ്പോൾ എടുത്തത് റേഷൻ അരിയാണ് കേട്ടോ. 1 ഗ്ലാസ് റേഷൻ അരി എടുത്ത് നന്നായിട്ട് കഴുകിയെടുക്കുക. അത് കുതിർക്കണ്ട, കഴുകിയാൽ മാത്രം മതി. നന്നായിട്ട് കഴുകിയിട്ട് അതിന് വെള്ളം പോകാനായിട്ട് ഞാൻ ദേ ഇതേപോലെ കണ്ണുള്ള ഒരു പാത്രത്തിലേക്ക് വെള്ളം തോർത്താനായിട്ട് വെച്ചു. വെള്ളം ഒരു 5-10 മിനിറ്റ് ഇരുന്നാൽ മതിയാവും. അപ്പോഴത്തേക്ക് ഇത് വെള്ളം വാർന്ന് കിട്ടും. അതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് വറുക്കണം. ദേ ഇപ്പോൾ വെള്ളമൊക്കെ വാർന്നിട്ട് അരി ഇങ്ങനെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം. അതിൽ നമുക്ക് പാൻ ചൂടാകുമ്പോഴത്തേക്ക് അരി തട്ടിയിട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വറുക്കുക. കരിയാണ്ട് ഇത് നന്നായിട്ട് മൂത്ത് കിട്ടണം. മൂത്ത് വരുമ്പോൾ ഇതിൻ്റെ കളറ് ചേഞ്ചാകും. ഈ അരി ഓരോന്നായിട്ട് പൊട്ടി പൊട്ടി വരുന്നത് നമുക്ക് കാണാം. ഇത് കുറച്ച് സമയം നമ്മൾ ക്ഷമയോടെ നിന്ന് വറുത്തെടുക്കുക. വറുത്തെടുത്താൽ മാത്രമേ ഇത് റെഡിയായി വരത്തുള്ളൂ. കുട്ടിക്കാലത്തെ ആഹാരത്തിൻ്റെ രീതികളെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുവിധപ്പെട്ടവർക്ക് എല്ലാം അറിയാം. അതിൻ്റെ ടേസ്റ്റൊന്നും ഇന്നത്തെ ഒരു ആഹാരത്തിനും ഇല്ലല്ലോ. നമ്മുടെ മക്കൾക്കൊന്നും ഇങ്ങനത്തെ ആഹാര രീതികൾ പോലും അറിയില്ലായിരിക്കാം ഒരുപക്ഷെ. നമ്മൾ ഒരുപാട് ഐറ്റംസ് കഴിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ആണ് ഞാനും കൂടെ ഇങ്ങനത്തെയൊക്കെ ചില ഐറ്റംസ് ഉണ്ടാക്കി മോന് കൊടുക്കാറുണ്ട്. ഇതൊക്കെ വളരെ ഹെൽത്തിയായ ഐറ്റമാണ്. വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ട് വരുമ്പോൾ മിക്കവാറും ഇതും ഒരു കട്ടൻ ചായയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. എൻ്റെ വീട്ടിലാണെങ്കിൽ മുതിർന്ന ചേച്ചിയുണ്ട്, എൻ്റെ ഏറ്റവും മൂത്തത്. ആ ചേച്ചി ഇതൊക്കെ തയ്യാറാക്കി വെച്ചേക്കാറുണ്ട് നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും. പിന്നെ അല്ലെങ്കിൽ ഗോതമ്പ് ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ തയ്യാറാക്കുന്നത്. ഗോതമ്പ് ഇങ്ങനെ തയ്യാറാക്കുന്ന റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. ഇത് നോക്കിപ്പോൾ അരി ഇങ്ങനെ ഏകദേശം പാകമായി വരുന്നുണ്ട്. ഇതുണ്ട് പൊട്ടുന്നുണ്ട്. പൊട്ടി ഇനി കുറച്ച് സമയം കൂടെ കിടക്കണം. കിടന്നാൽ മാത്രമേ ആ കളർ ചേഞ്ചായി വരുന്നുള്ളൂ. ഇപ്പോൾ ഒരുവിധം പരുവമായി. ഇനി ഞാനിതിനെ വേറൊരു പ്ലേറ്റിലേക്ക് തട്ടി മാറ്റുന്നില്ല. ഇതിൽ തന്നെ അങ്ങ് തണുക്കാനായിട്ട് വെച്ചേക്കുകയാണ്. അതിൽ തന്നെ ഇരുന്ന് തണുക്കട്ടെ. ആ ചെറിയ ചൂടിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇത് വളരെ ഹെൽത്തിയായ ആഹാരമാണ്. നമുക്കത് തയ്യാറാക്കി എടുക്കാൻ എളുപ്പമാണ്. നമ്മൾ കുറച്ച് കൂടുതൽ വറുത്താൽ നമുക്ക് വറുത്തിട്ട് വെച്ചേക്കാം. അല്ലെങ്കിൽ നമുക്കിതിനെ പൊടിച്ചിട്ടും സൂക്ഷിക്കാം. നമുക്ക് ആവശ്യത്തിന് ബാക്കി ചേരുവകൾ ചേർത്തെടുത്താൽ മതിയാവും. ഇതിനിപ്പം ഞാൻ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ പാത്രം നല്ല ചൂടായതുകൊണ്ട് അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ല എങ്കിൽ നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് തട്ടി മാറ്റി ഇത് തണുക്കാനായിട്ട് വെക്കുക. ഈ പാത്രത്തിൽ തന്നെ ഈ പാനിൽ തന്നെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുക. ഞാൻ അതിൽ തന്നെയാണ് തണുക്കാനായിട്ട് അങ്ങ് വെച്ചേക്കുന്നത്. ഇപ്പം ദേ അത് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അത് നന്നായി തണുത്തു. നമുക്കിത് വായിലിട്ട് കടിച്ചു നോക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വരുന്നത് വരാം, അറിയാൻ പറ്റും. പിന്നെ ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടാണ് പൊടിക്കുന്നത്. അതിലാകുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. എനിക്കിതിപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഇടേണ്ടി വരും. അതിട്ടിട്ട് അതിനോടൊപ്പം ഞാൻ ദേ 1 ഏലക്കായും കൂടെ ഇട്ടു. പണ്ടൊന്നും ഇതൊന്നും ചേർക്കാറില്ലായിരുന്നു. തേങ്ങയും ശർക്കരയും മാത്രമാണ് ചേർത്തെടുക്കുന്നത്. ഞാൻ ഏലക്കായും കൂടെ ഇട്ട് പൊടിച്ച് മാറ്റി. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഒരു പ്രാവശ്യം കൂടെ ഇട്ട് അതിലും 1 ഏലക്കായ ഇട്ടു. അങ്ങ് മൊത്തം 2 ഏലക്കയാണ് ഞാൻ ഈ 1 ഗ്ലാസ് അരിക്ക് ഇട്ടത്. അതും കൂടെ ഇട്ട് പൊടിച്ചിങ്ങ് മാറ്റിയെടുത്ത്. ഇനി ഞാൻ ചെയ്ത് ഈ ചെറിയ ജാറ് മാറ്റിയിട്ട് ഈ പൊടിയെല്ലാം കൂടെ ഇനി എനിക്ക് ഇതിൽ ബാക്കി ചേരുവകൾ ചേർക്കണ്ടേ, അതിലേക്കായിട്ട് ഞാൻ ഈ ചെറിയ ജാറല്ല ഇനി എടുക്കുന്ന വലിയ ജാറെടുത്തിട്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര പൊടി ചേർത്ത് പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമുക്ക് ഇതിൽ ഈ പൊടിച്ചു വെച്ച മാവുണ്ടല്ലോ അതിലേക്ക് തട്ടുക. ഞാൻ ഇന്നത്തെ ആവശ്യത്തിനായിട്ട് മൊത്തമാണ് എടുത്തത്. പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ഇടുക. തേങ്ങയും കൂടെ ഇട്ട് ഇതുപോലെ ഇങ്ങ് പൊടിച്ചെടുക്കുക. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. തേങ്ങയും ശർക്കരയും എല്ലാം കൂടെ ചേർത്ത് മിക്സായി കിട്ടും. പണ്ട് ഇതൊക്കെ കൈകൊണ്ട് ഞൊടിയാണ് ചേർത്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ എല്ലാം ഒരേ പരുവത്തിന് കിട്ടാനാണ് മിക്സിയിലിട്ടത്. ഇട്ടിട്ട് ഇങ്ങനെ ചേർത്തെടുത്താൽ മാത്രം മതി. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ നമുക്ക് വേണമെങ്കിൽ എടുത്തിട്ട് 1 സ്പൂൺ നെയ്യും കൂടെ ഇതിൽ ചേർത്ത് ഒന്ന് നമ്മൾ മിക്സാക്കി കുറച്ചുകൂടെ മണം ഉണ്ടാവും. ഞാൻ നെയ്യൊന്നും ചേർത്തില്ല, ഇത്ര മാത്രമേ ചേർത്തുള്ളൂ. സ്പെഷ്യലായിട്ട് പണ്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ചേർത്ത ഏലക്കയാണ്. എൻ്റെ കുട്ടിക്കാലത്തൊന്നും അമ്മ ഏലക്കയൊന്നും ഇട്ട് തന്നിട്ടില്ല. അതെടുത്ത് ഇങ്ങനെ പുറത്ത് മഴയല്ലേ, നല്ല ചൂടോടെ ഒരു കട്ടൻ ചായ ഇതൊന്ന് കഴിച്ചു നോക്കി, എന്താ ഒരു ടേസ്റ്റ് എന്നറിയാവോ. അരി വറുക്കുമ്പോൾ കുറച്ച് കൂടുതൽ വറുത്ത് ഇതുപോലെ പൊടിച്ച് ടിന്നിലിട്ട് വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ശർക്കരയും തേങ്ങയും കൂടെ മാത്രം മിക്സാക്കി എടുത്താൽ മതിയാവും കേട്ടോ.
പെട്ടെന്നൊരു ഗസ്റ്റ് കയറി വന്നാലും നമുക്ക് ഈ നാടൻ രീതിയിൽ ഇത് കൊടുക്കാം. ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കണേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്യണേ.